നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. പരപ്പനങ്ങാടിയിൽ +1 അഡ്മിഷൻ കാത്തിരുന്ന വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പരപ്പനങ്ങാടി പുത്തരിക്കൽ ജയകേരള റോഡ് സ്വദേശിനി പുതിയൻ്റകത്ത് മുഹമ്മദ് ബഷീർ റാബിയ ദമ്പതികളുടെ മകളായ 15-കാരി ഹാദി റുഷ്ദയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം. മുകൾ നിലയിലെ ബെഡ്റൂമിൽ ജനൽ കമ്പിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ബന്ധുക്കൾ ഉടനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. +1 സീറ്റിനായുള്ള 2 അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാത്തതിലും ഒപ്പമുള്ള വിദ്യാർത്ഥികൾക്കടക്കം അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് വിഷമം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞതായി പോലീസ് പറഞ്ഞു. കുട്ടിക്ക് നേരത്തെ ചെറിയ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതിനാൽ കൗൺസിലിംഗ് നൽകിയിരുന്നതായും CI പറഞ്ഞു. സീറ്റ് കിട്ടാമെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കുട്ടിക്ക് 5A+ അങ്ങനെയുണ്ട്. പിന്നെ കൂടെയുള്ളവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ 2ാം ഘട്ടം ആയിട്ടേ ഉള്ളൂ. ഇനിയും 4ഉം 5ഉം ഘട്ടങ്ങൾ വരാമെന്നുണ്ട്. അതിലും കിട്ടിക്കോളാമെന്നില്ല. പിന്നെ കുട്ടി ജന്മ കുറച്ച് ചെവി കുട്ടിക്ക് ഇല്ലാത്ത അതിൻ്റെ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുട്ടിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. പിന്നെ അതൊരു കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അലോട്ട്മെൻറ്റ് ആണോന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കൂടുതലായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ കുടുംബം തന്നിട്ടുള്ള മൊഴിയിൽ അത്തരമൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, അതിലൊരു പിന്നെ മലപ്പുറമുള്ള കുട്ടികൾ കിട്ടി, അവൾ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു മൊഴിയിൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കാര്യം പറ്റും അതും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മൾ അന്വേഷിച്ച് വരുന്നുള്ളൂ. ഇപ്പോൾ മൊഴി തന്നിട്ടുള്ളൂ, ബാക്കി കൂടുതൽ അന്വേഷിക്കുന്നു. അസ്വാഭാവിക മരണത്തിനാണോ നിലവിൽ? അതാണ് നിലവിൽ ഇപ്പോൾ അങ്ങനെ അതിൽ അവരങ്ങനെ അതിൻ്റെ ഒരു വിഷമമുണ്ട് പറയുന്നുണ്ട്. കൂടെയുള്ള കുട്ടികൾക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അതിനോട് ഇതില്ല. ഇനി അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയിട്ടേ ഉള്ളൂ. ഇന്ന് 4ഉം 5ഉം പിന്നെ 3ും 4ഉം ഇപ്പം വരാനുണ്ട്. അലോട്ട്മെൻറ്റ് വരാനുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുട്ടിയെ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുട്ടി മാനസികമായിട്ട് കുട്ടിക്ക് വിഷമമുണ്ടായി. അത് പൂർണ്ണമായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ആത്മഹത്യക്കുറിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. പരപ്പനങ്ങാടി SNM HSS 10ാം തരത്തിൽ വിജയിച്ച് തുടർ പഠനത്തിന് കാത്തിരിക്കുകയായിരുന്നു വിദ്യാർത്ഥിനി. 6A+ഉം ബാക്കി B+ഉമായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം മരണകാരണം അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ടാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മാനേജ്മെൻറ്റ് സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടിയിരുന്നതായി ഒരു ബന്ധു തിരുരങ്ങാടി ടുഡേയോട് പറഞ്ഞു. കുട്ടിയും പിതാവും ഒന്നിച്ച് സ്കൂളിൽ പോയി മാനേജ്മെൻറ്റിനെ കണ്ടിരുന്നതായും എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ സീറ്റ് നൽകാമെന്ന് അറിയിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.